ഒടുകിലെ നറുക്കെടുപ്പേ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. പ്രവാസികൾ മാത്രമല്ല, സ്വന്തം നാട്ടുകാർ, സ്വന്തം കൂടപ്പിറപ്പുകൾ എന്ന പോലെ നിന്ന നാട്ടുകാരെയും നല്ല പോലെ തന്നെ വഞ്ചിച്ചു എന്ന് പറയട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വീഡിയോ ഒന്ന് കാണാം. എന്താ പറയുക, ഈ 3 ടിക്കറ്റിൽ അടിച്ചാൽ ഇത് നാസർ തന്നെ. അതല്ലാതെ അല്ല, ഈ 3 ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും, ഗ്രൂപ്പ് ഞാൻ എടുപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും മനക്കെട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നാസർ ചാനെ രക്ഷപ്പെടുത്തണം. നല്ല നാസർ ചാനെ ബേജാറ് നമ്മക്കുണ്ട്. മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയുന്നത്. കണ്ടില്ല, എത്ര സങ്കടത്തോടെയാണല്ലേ ആ മനുഷ്യൻ പറയുന്നത്. എടുത്ത 3 കൂപ്പണും അടിച്ചാല് നാസർക്കാർക്ക് തന്നെയാണ്. ഇനി ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് നമുക്ക് കാണാം. ലൈവായിട്ട് ഓരോരുത്തർ എത്ര ടിക്കറ്റ് എടുക്കേണ്ടതിൽ നമുക്കൊന്ന് കാണാം. ടിക്കറ്റ് എടുക്കണത് 2 എണ്ണം, 10 ടിക്കറ്റിൽ ആളാട്ടിൽ ആ കൂപ്പനായിട്ട് വന്നെങ്കിൽ ആ കൂപ്പൺ നാസർ ചാക്ക് തന്നെ. ഈ 2 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ നമ്പറിൽ വന്നെങ്കിൽ ഇതിൽ 2 ടിക്കറ്റിൽ നിന്ന് ഏത് നമ്പർ വന്നെങ്കിൽ 50-50 ആയിട്ട് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 കൂപ്പണ് അല്ലേ സർക്കാർ ഞങ്ങൾ വിടാൻ സമ്മതിക്കുന്നില്ല. 5 ടിക്കറ്റാണ് എടുത്തിക്കണേ. 25 ടിക്കറ്റ് എടുക്കല്ല കാരണം അത്താണി നാട്ടുകാരനാണ്, എല്ലാമാണ്. അതാണ് പറയുന്നുണ്ട്, നമുക്ക് കൈവിടാൻ പറ്റൂല, നാട്ടുകാരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ചോദിച്ചാൽ ചങ്ക് പറിച്ചു തരുന്ന രൂപത്തിലുള്ള നാട്ടുകാർ എന്ന് തന്നെ പറയാം. അവരെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ എന്തെല്ലാം പറഞ്ഞ് ന്യായീകരിച്ചിട്ട് എന്താണ് കാര്യം? പിന്നെ പറയുന്നത്, നമ്മളെ കേരളത്തിലുള്ളവർ ഇതുപോലത്തെ പടുകുഴികളിൽ പോയി ചാടും എന്നാണ് പറയുന്നത്. നമ്മൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാലേ അതിന് നമ്മൾ മനസ്സരിഞ്ഞിട്ട് നമ്മൾ നല്ല രൂപത്തിൽ തന്നെ സഹായിക്കും. റൈമിന് വേണ്ടിയിട്ട് 33 കോടി പിരിച്ചെടുത്ത നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതുപോലത്തെ സിമ്പതി വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിൽ പോയി ചാടുന്നതും. അതുപോലെ എത്ര രോഗികളെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവരെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മലയാളികൾ കൊണ്ട് തന്നെ കഴിയുള്ളൂ. അപ്പോൾ ഈ മലയാളികൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം ചൂഷണങ്ങൾ മലയാളികളെ വെച്ച് തന്നെ ഇങ്ങനത്തെ ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതുപോലത്തെ ഒരു ചതിയും വഞ്ചനയും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. അതിനനുസരിച്ചുള്ള കേസ് ഇവർക്കെതിരെ എടുക്കട്ടെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന് തക്കതമായ ശിക്ഷ കിട്ടട്ടെ. കേസായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ കേസ് നല്ല രൂപത്തിൽ തന്നെ വിജയിക്കട്ടെ. ഇതിൽ ഈ നറുക്കെടുപ്പിൽ പങ്കെടുത്ത ഇവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന രൂപത്തിലാവട്ടെ ആ കേസിൻ്റെ വിധി. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും